നമസ്കാരം. സംസ്ഥാനത്ത് വേനൽച്ചൂട് അസഹനീയമായ നിലയിലേക്കാണ്. റെക്കോർഡുകൾ ഭേദിച്ച് അന്തരീക്ഷ താപനില ഉയരുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിലൊരു തീച്ചൂളയായി മാറിയിരിക്കുകയാണ്. ഏപ്രിൽ മാസം ആരംഭിച്ചതേ ഉള്ളൂ. മെയ് മാസം ഇനി കിടക്കുന്നു. ജൂൺ പകുതിയാകും കേരളത്തിൽ കാലവർഷം എത്താൻ. ഇനി എങ്ങനെയാണ് ഈ 1.5 മാസങ്ങൾ കൂടി നമ്മൾ താണ്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. സ്കൂൾ അവധിയാണ്. കുട്ടികൾക്ക് കളിക്കാനൊന്നും പോകാൻ സാധിക്കുന്നില്ല. ഗ്രൗണ്ടുകളിലൊക്കെ ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ശനിയാഴ്ച വരെ കടുത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. പിന്നാലെ വരും മാസങ്ങളിലെ മഴയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. കൊല്ലത്ത് 38 ഡിഗ്രിയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സാധാരണ നിലയേക്കാൾ 3 ഡിഗ്രി വരെ അധികമാണിത്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ സാന്നിധ്യം ചൂടിനൊപ്പം വിയർപ്പും അസ്വസ്ഥതയും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. താപനിലയ്ക്കൊപ്പം സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ സൂചിക ഉയരുന്നതും പുതിയ പ്രതിസന്ധിയായിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന വികിരണ തോതുണ്ട്. ഓറഞ്ച് അലർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട, തൊപ്പി, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാന താപനില 45 മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കാൻ മാത്രമുള്ളതാണ്. ഔദ്യോഗിക വിവരങ്ങൾക്കായി കാലാവസ്ഥാ വകുപ്പിന്റെ വെബ്സൈറ്റോ 1070 അല്ലെങ്കിൽ 1077 എന്നീ ടോൾ ഫ്രീ നമ്പറുകളോ ഉപയോഗിക്കാവുന്നതാണ്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ചുട്ടുപൊള്ളുന്ന വേനലിന് ആശ്വാസമേകാൻ വേനൽ മഴ ഉടൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. ഇടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ മഴയൊന്ന് പെയ്തു പോയിരുന്നു, വലിയ ആശ്വാസവും ഉണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് തുടർന്നില്ല. വരാനിരിക്കുന്ന ഇടവപ്പാതിയെക്കുറിച്ച് അഥവാ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തെക്കുറിച്ച് പുറത്തുവരുന്ന പ്രവചനങ്ങളും ആശങ്കാജനകമാണ്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം മഴ കുറയ്ക്കാൻ കാരണമായേക്കാമെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മഴയ്ക്കായി നാം ഇനിയും കാത്തിരിക്കേണ്ടി വരും. ദീർഘകാല ശരാശരിയുടെ 92% മഴ മാത്രമേ ലഭിക്കൂ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. മഴ കുറഞ്ഞാൽ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ പ്രതിസന്ധിയിലാകും. ചൂട് കടുത്തതോടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. വൈകുന്നേരത്തെ ആവശ്യം 5933 മെഗാവാട്ടായി ഉയർന്നു. വേനൽ ഉയർന്നതോടെ AC-യും കൂളറും ഒക്കെ അമിതമായ ആളുകൾ ഉപയോഗിക്കുന്നതും ഒരു വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. രാത്രി 6 മുതൽ 11 വരെയുള്ള സമയത്ത് ഉപഭോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് പോലുള്ള നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്നും KCBയുടെ മുന്നറിയിപ്പുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യമാണുള്ളത്. ഇത് എങ്ങനെ അവസാനിപ്പിക്കാം? മഴ എപ്പോൾ വരുമെന്ന് മാത്രമാണ് മലയാളികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മഴ വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും.